അധികം അലങ്കാരമൊന്നുമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഒരു കൂന്തൽ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഇത് ജിജുവേട്ടൻ്റെ അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കൂന്തലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. പിന്നീട് വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. അത്യാവശ്യം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഏറ്റവും ലാസ്റ്റിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള കൂന്തൽ തോരൻ റെഡിയാണ്. ഇതിലും എളുപ്പത്തിൽ ഒരു കൂന്തൽ തോരൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ കൂന്തൽ തന്നെയാണോ പറയുന്നത്? കാരണം പല നാട്ടിലും കണവാന്ന് പറയും. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.